ഹലോ, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഇന്നൊരു എക്സാം ഉണ്ട് വടക്കാഞ്ചേരി. അപ്പോൾ അതിന് വേണ്ടി രാവിലെ തന്നെ കോങ്ങാട്ടിൽ നിന്ന് തിരുവില്ലാമലെത്തി. എക്സാം ഉച്ചയ്ക്കാണ്. അപ്പോൾ ഇവിടെ നിന്നാകുമ്പോൾ പോകാൻ എളുപ്പമാണല്ലോ. പിന്നെ അതേ ഇമ്മർത്ത് ഒട്ടുമാവിൽ കണ്ണിമാങ്ങയൊക്കെ നിറച്ച് തൂങ്ങിയിട്ടുണ്ട്. ചിലത് കേടും ഉണ്ടായിരുന്നു കേട്ടോ. കേടുള്ളതൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. ഉള്ളിൽ ചിലതൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട്. പിന്നെ അതേ ചക്ക എല്ലാം പാകമായിട്ട് നിൽക്കുന്നുണ്ട്. പാടത്ത് പണിക്ക് ആളുണ്ടായിരുന്നു. അപ്പം അച്ഛൻ അവിടെ ആയിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനോട് യാത്ര പറയാൻ വേണ്ടി ഞങ്ങൾ മെല്ലെ അവിടേക്ക് ഇറങ്ങി. അവിടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു. ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഏട്ടനെ പലരും ആദ്യമായിട്ടാണ് കാണുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായാലും അവരൊക്കെ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് ആളിനെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞു. നാട്ടിൽ വരുമ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് ഏട്ടനാണ്. പക്ഷെ വീഡിയോയുടെ ഫ്രണ്ടിൽ വരില്ല. അതുപോലെ ഫോട്ടോയിൽ നിൽക്കാൻ നല്ല മടിയാണ്. പിന്നെ പുറത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മെല്ലെ തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറി. ഉള്ളിലാണെങ്കിൽ നല്ല തണുപ്പാണല്ലോ, മരമൊക്കെ ഉള്ളത് കാരണം നല്ല കാനലുണ്ട്. ഇന്നാൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏട്ടൻ ജാതിപത്രി ഫ്രഷായിട്ട് വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പൊട്ടിച്ച് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മെല്ലെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. പക്ഷേ കായൊക്കെ നല്ല മുകളിലായിരുന്നു. പിന്നെ വീട്ടിൽ ഉണക്കി വെച്ചതിന് കുറച്ചെടുത്തിട്ട് പോന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് വേഗം ഇറങ്ങിയിട്ടോ. നമുക്ക് സമയം തീരില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെക്ക് ഡാം വഴിയാണ് പോയത്. ചെക്ക് ഡാം വഴി പോകുമ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളാണ്. അപ്പോൾ നമുക്ക് പീസ്ഫുള്ളായിട്ട് പോവാം. തിരക്കും ബഹളമൊക്കെ ഒന്ന് മാറി. ഇവിടെ ഒരുപാട് സിനിമയുടെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട്. ചില പാട്ടുകളിലൊക്കെ നമുക്ക് ഇതിൻ്റെ റോഡും വഴിയോരവും എല്ലാതും കാണാം. പ്രത്യേകിച്ച് നമ്മുടെ മോഹൻലാലിൻ്റെ നാട്ടുരാജാവൊക്കെ ഇവിടെ ഷൂട്ടിങ് നടന്നുണ്ട്. അതിൽ ആ പാട്ടിലൊക്കെ ഈ വഴികളും ഇതൊക്കെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. മുന്നേ ഇതിന് വരുമ്പോൾ രണ്ട് സൈഡും നല്ലപോലെ മരങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറേയൊക്കെ കാട്ടുതീ വന്നിട്ടും പിന്നെ എന്തുകൊണ്ടൊക്കെയെന്നറിയില്ല കുറേ മൊട്ടക്കുന്നുകളായ പോലെ ഉണ്ട്. രണ്ട് സൈഡും തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ഏരിയയായിരുന്നു. ഇവിടെ പിന്നെ ഞങ്ങളുടെ കുറേ മെമ്മറീസും ഉണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഇതിനൊക്കെ കറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് രണ്ട് വഴിയാണ്. ഒന്ന് ഒറ്റപ്പാലത്തേക്ക് പോണ റോഡും പിന്നെ വടക്കാഞ്ചേരിക്ക് പോണ അപ്പുറത്തേക്കുള്ള റോഡും. നമ്മൾ വടക്കാഞ്ചേരിക്കാണ് പോണത് കേട്ടോ. ഒറ്റപ്പാലത്തേക്കും ഇതിന് എളുപ്പമാണ്. ഇവിടെ പിന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല, എല്ലാം പഴയ പോലെ തന്നെ. പെട്ടെന്ന് സ്കൂളിലെത്തിയ ഫസ്റ്റത്തെ കാര്യം ഫുഡാണല്ലോ. എക്സാമിന് മുന്നേ ഫുഡ് കഴിക്കും കേട്ടോ. എത്തിയതും നേരത്തെ പാത്രം എടുത്ത് വീട്ടിൽ നിന്ന് തോരനും അച്ചാറും പിന്നെ കുറച്ച് മഷവും. എനിക്ക് കൂടുതലും ഹോംലി ഫുഡാണ് കേട്ടോ താല്പര്യം. പിന്നെ പുറത്തുനിന്ന് കഴിക്കാൻ വലിയ താല്പര്യമില്ല. അപ്പം അങ്ങനെ വേഗം കഴിച്ചെണീറ്റു കേട്ടോ. പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞ് നേരെ പോയത് വാഴാനിക്കാണ്. അവിടെ അടുത്താണ് വാഴാനി ഡാം. ഞാനിവിടെ സെക്കൻഡ് ടൈമാണ്. മുന്നേ അച്ഛനും അമ്മയും അനിയത്തിമാരും എല്ലാവരും കൂടി വന്നിട്ടുണ്ട്. ഏട്ടനായിട്ട് ഫസ്റ്റ് ടൈമാണ്. ഇവിടെ നിന്ന് നേരെ കോങ്ങാട്ടിക്കാണ് പോണത്. അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലാറുന്ന വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിലൊന്ന് ചെറുതായി കമ്മിയാവണ വരെ അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് പോലെയാണ്. പക്ഷേ ഡാമിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. ഇനി നേരെ ഡാമിൻ്റെ മുകളിലേക്കാണ്. അവിടെ വെള്ളം ഉണ്ടോ നോക്കാൻ. പക്ഷെ അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഞാനായാലും ഏട്ടനായാലും നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. എങ്ങനെയായാലും ഞങ്ങൾ മെല്ലെ കയറി അവിടെ എത്തി. അവിടെ ഫസ്റ്റ് കണ്ടത് കുറച്ച് കുരങ്ങന്മാർ കൂട്ടൊക്കെയാണ്. പിന്നെ വെള്ളം ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. ഇത് സൈഡിൽ നിന്നാണ് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറച്ചും കൂടി കാണാം. എന്നാലും പൊതുവേ വെള്ളം നല്ല കമ്മിയാണ്. പിന്നെ കുറച്ച് നേരം അവിടെ തണലത്തൊക്കെ നടന്ന് കുറച്ച് പൂക്കളൊക്കെ പെറുക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വേറൊരു രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ കണ്ട കുറേ ആൾക്കാർ അവിടെ വന്നിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അവരും എക്സാം കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വന്നിരുന്നത്. ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. വെയിലത്ത് ചുമ്മാ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ എന്ന് വെച്ചിട്ട് കുറച്ച് ദൂരം ഒന്ന് നടന്നു. ഇതുവരെ പകുതി വരെ. പിന്നെ വെയിൽ ചൂട് സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ വേഗം ഓടി ഇറങ്ങിയിട്ടു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണാം. പാർക്ക് മൊത്തം എല്ലാവിടെയും കാണാം. വലിയ പാർക്കാണ് കേട്ടോ. വെയിലിൻ്റെ ചൂട് കാരണം ഓടി ഇറങ്ങിയിട്ടോ.
പിന്നെ അതേ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉള്ള ഒരുപാട് മരങ്ങളുണ്ട്. നിറച്ച് പൂക്കളാണ് കേട്ടോ. ഒരു പ്രത്യേക തരം, ഇതിൻ്റെ പേരെന്താ എന്നൊന്നും അറിയില്ല. കൊണ്ടയായിട്ട് ഒരു തെച്ചിടയൊക്കെ പോലെ തോന്നും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പാർക്ക് എല്ലാവരുടെയും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും വെയിലാണെങ്കിലും ഈ ചൂടത്തും എല്ലാവരുടെയും ക്ലീനിങ് സ്റ്റാഫൊക്കെ എല്ലാവരുടെയും വൃത്തിയാക്കി ഇടുന്നുണ്ട്. വീണ ചപ്പിലകളായാലും എല്ലാതും അപ്പം തന്നെ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഗാർഡനൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇടയിലിടയിൽ ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 കൊടുത്തു. ഒരു കോഴിയുടെ, പിന്നെ ഒരു ലേഡി, പിന്നെ ഒരു അങ്ങനെയൊക്കെ. പിന്നെ അതേ ഇങ്ങനെ ബുഷ് കൊണ്ട് അടിപൊളിയായിട്ടൊരു വഞ്ചിയും, ഒരു വഞ്ചിയല്ല കേട്ടോ, 2-3 വഞ്ചിയും, അതുപോലെ ഓരോന്നിങ്ങനെ നല്ല പോലെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ബുഷ് തന്നെ ആണോ എന്ന് തോന്നിപ്പോകും. ഇടയിലൊക്കെ ഗ്യാപ്പ് കൊടുത്ത് കറക്റ്റ് വഞ്ചി മോഡൽ നന്നായി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 സൈഡിൽ നിന്നും വരുന്ന സെൻറ്റർ ഇതുപോലെ ഒരു റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. വഴി 4 സൈഡിലേക്കും ഓരോരോ ഗ്യാപ്പ് കൊടുത്തിട്ട് 2 സൈഡും ഇങ്ങനെ ബുഷ് കട്ട് ചെയ്ത് നല്ല പോലെ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ചെറുതായി തോന്നിയെങ്കിലും ഇത് നല്ല ഹൈറ്റും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല നല്ല ബലമാണ്. കുറച്ച് നേരമൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നിട്ടും പിന്നെ ഏട്ടൻ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ പാമ്പുണ്ടാവും, അതുണ്ടാവും എന്നൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇടയിലൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കിട്ടും. നോക്കുമ്പോൾ ചെറിയൊരു സൈഡിലിങ്ങനെ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. ഡാമിൽ വെള്ളമില്ലെങ്കിലും ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റി. പിന്നെ ഇതേ ഇങ്ങനത്തെ സ്റ്റാച്യൂസ്. ഞങ്ങൾ പിന്നെ കുറച്ച് നേരം നല്ല വെയിലായത് കാരണം ഇതിൻ്റെ ഉള്ളിൽ വന്നിരുന്നു കേട്ടോ. ഇത് നല്ല തണുപ്പുള്ള സ്ഥലമാണ്. മുന്നേ ഞങ്ങൾ വന്നപ്പോൾ ഇതിൻ്റെ ചുറ്റും പച്ചപ്പായിരുന്നു. ഒരു പച്ച മഞ്ഞോണ്ട് ഇഗ്ലു ഉണ്ടാക്കില്ലേ, അതുപോലെ ഒരു പച്ച നിറത്തിൽ ഈ ഒരു ചെടിയും കൊണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സൈഡൊക്കെ വെട്ടി കൊടുത്തിരുന്നു കേട്ടോ. മറ്റേത് സൈഡൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. ഫുള്ളായിട്ട് ഇങ്ങനെ റൗണ്ടിൽ പച്ചപ്പ് നിറഞ്ഞൊരു കൂടാരം പോലെ ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ളതായിരുന്നു. ഇപ്പോൾ വേനൽക്കാലമായത് കൊണ്ടാവാം ഇങ്ങനെ. എന്നാലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഞങ്ങളിവിടെ കുറേ നേരം ഇരുന്ന് വെയിലൊക്കെ ഒന്ന് പോയതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ആയിരുന്നു കേട്ടോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത്. നടക്കാനൊന്നും വയ്യാത്തത് കാരണം 2 പേരും കൂടി അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി മെല്ലെ ഇറങ്ങി കേട്ടോ. പിന്നെ ഇനി തിരിച്ച് വീട്ടിലെത്തണം. വീട്ടിലേക്ക്